നിലവിലുള്ള പാർലമെൻ്ററി സ്ഥിതിയെന്ന് പറഞ്ഞാൽ ഒന്നിലധികം സീറ്റുകളിലേക്ക് മത്സരിക്കാം. അങ്ങനെ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിച്ചാലും അത് എത്ര 2 സീറ്റിലായാലും 3 സീറ്റിലായാലും മത്സരിച്ച് വിജയിച്ചാലും ഒരു സീറ്റിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനേ സാധിക്കുകയുള്ളൂ. മറ്റ് സീറ്റുകളിൽ രാജിവെക്കണം. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചു, 2 സീറ്റിൽ മത്സരിച്ചു, 2 സീറ്റിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സീറ്റ് വെക്കേണ്ടതുണ്ട്. അതിൽ ഏത് സീറ്റ് രാജിവെക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഇതുവരെയും ഏത് സീറ്റ് രാജിവെക്കുമെന്നോ ഏത് നിലനിർത്തുമെന്നോ കോൺഗ്രസ് പാർട്ടി ഇതുവരെയും ഔദ്യോഗികമായൊന്നും പറയാത്ത ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പാർട്ടി തീരുമാനിക്കുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ അവിടെ ഒരു ബൈ ഇലക്ഷൻ്റെ ഒരു സാഹചര്യം വരുന്നത്. അപ്പം ഇല്ല, അത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 7 ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പിന്നീട് വരുന്ന ചില ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വയനാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ടതാണ്. പറയാതിരുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് കാണിച്ച ഒരു നീതികേടാണ് എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ പോലും പാർലമെന്റിലേക്ക് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അത് നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. ഇങ്ങനെ സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്തുകൊണ്ട് അവർ വിജയിച്ചു വരേണ്ടത്, പാർലമെൻറ്റിലേക്ക് പോകേണ്ടത്, ഈവൻ അസംബ്ലിയിൽ തന്നെ കൂടുതൽ സ്ത്രീകൾ വിജയിച്ച സീറ്റുകൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യേണ്ടത് അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ ഈ പൊതുസമൂഹവും ആ രീതിയിലുള്ളൊരു നിലപാടുകൾ സ്വീകരിക്കണം. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാത്രം ഇങ്ങനെ ചില വർത്തമാനങ്ങളുണ്ടാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഇവിടെ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം, ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. പാർലമെൻറ്റിലും അതുപോലെ അസംബ്ലികളിലും സ്ത്രീകൾ കൂടി ഉണ്ടാവുന്നത് ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം തന്നെ ഒരാവശ്യമായിരിക്കണം ഇത്. കാരണം ജനാധിപത്യം മീനിങ്ഫുൾ ജനാധിപത്യമാകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നയരൂപീകരണ ഇടങ്ങളിൽ അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ്.